യേശുവിൽ പ്രിയരെ, കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ നാളെ വ്യാഴാഴ്ച ദിനം ദേവാലയത്തിൽ വായിച്ച് കേൾക്കുവാൻ പോകുന്ന വചനഭാഗത്തെ ഈ ബുധനാഴ്ച രാത്രിയിൽ നമ്മൾ വിചിന്തനം ചെയ്യുകയാണ്. കർത്താവ് എടുക്കുന്ന ദിവ്യമായ അത്താഴം നുകർന്നുകൊണ്ട് ഈ രാത്രിയുടെ രാവുകൾ നാം അണയുകയാണ്. കർത്താവിൻ്റെ പൊൻകരത്തിൻ്റെ ഉള്ളിൽ ദൈവത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് അഷ്ടദിനങ്ങളും കഴിഞ്ഞ് ഉദിതനായ കർത്താവിൻ്റെ കൂടെ ഉയർത്തു വന്നിരിക്കുന്ന, നമുക്ക് വേണ്ടിയിട്ട് ഉദിതനായിരിക്കുന്ന, ഉയർക്കപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. അവൻ്റെ പൊൻകരങ്ങൾ പിടിച്ചുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന സുഖങ്ങളെയും ദുഃഖങ്ങളുടെയും മുമ്പിൽ അതിനെല്ലാം അതിജീവിക്കുവാനായിട്ട് കർത്താവിൻ്റെ കരം നമ്മളെ പ്രാപ്തമാക്കുന്നുവെന്ന് പ്രഘോഷിച്ചുകൊണ്ട് ഹല്ലേലൂയ പാടിക്കൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ മുമ്പോട്ട് നയിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈ ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 5-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം നമ്മളോട് പറയുകയാണ്, നമ്മൾ മനുഷ്യരെക്കാൾ ഉപരി ദൈവത്തെയല്ലേ അനുസരിക്കേണ്ടത്. ഇന്നത്തെ നാളത്തെ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ വ്യാഴാഴ്ച ദിനത്തിൽ ദിവ്യബലി മധ്യേ വായിക്കപ്പെടുന്ന വചനഭാഗങ്ങളിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു വചനഭാഗമാണ് നമ്മൾ മനുഷ്യരെക്കാൾ ഉപരി ദൈവത്തെയല്ലേ അനുസരിക്കേണ്ടത്. അപ്പോസ്തലന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാരായ പത്രോസും അതേപോലെ തന്നെ തൻ്റെ അപ്പോസ്തലന്മാരും പറയുന്ന ഒരു വാക്യമാണ്. അവർ തിരിച്ചറിയുകയാണ്, ഈ ലോക ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ അല്ല നമ്മൾ അനുസരിക്കേണ്ടത്, ദൈവത്തെയാണ് നമ്മൾ അനുസരിക്കേണ്ടതെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈശോ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുകയാണ്, ഞാൻ ഈ ഭൂമിയിലുള്ളവരൊക്കെ ഈ ഭൂമിക്ക് അധീനരാണ്, എന്നാൽ ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ ഇതിനെല്ലാത്തിനും ഉപരിയാണെന്ന് ഈശോ പറയുകയാണ്. അവൻ ദൈവത്തെ അറിയുന്നു, അവൻ കണ്ടതിനെ പറ്റിയൊക്കെ കേട്ടതിനെ പറ്റിയൊക്കെ സാക്ഷ്യം നൽകുന്നു. പക്ഷേ അവനെ അറിയുന്ന, അവനെ വിശ്വസിക്കുന്നവർ ദൈവം സത്യവാനാണ് എന്ന് പ്രഘോഷിക്കുന്നു. ഈശോ പറയുകയാണ്, ഈശോയെ സ്വീകരിക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ നിത്യജീവന് അവകാശിയാണെന്ന് ഈശോ പറയുകയാണ്. അതിനൊപ്പം തന്നെ ഈശോയെ സ്വീകരിക്കാത്തവൻ, ഈശോയിൽ വിശ്വസിക്കാത്തവൻ ഈ ലോക ജീവിതത്തിൽ തന്നെ നിത്യജീവന് അവൻ അന്യം നിന്ന് പോവുകയാണ്, അവന് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈശോ പറയുകയാണ്, ദൈവപിതാവിൻ്റെ കോപം അവൻ്റെ മേലുണ്ടായിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇതനുസരിച്ച് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ ലോക ജീവിതത്തിൽ എല്ലാം ലഭിക്കുമ്പോഴും എൻ്റെ ജീവിതം പിതാവായ ദൈവത്തിൽ അധിഷ്ഠിതമാണ്. പിതാവിൻ്റെ ഹിതം ഞാൻ അന്വേഷിക്കുന്നുണ്ട്, ക്രിസ്തുവിന് പിന്നാലെ ഞാൻ യാത്ര തിരിക്കുന്നു. പക്ഷേ എൻ്റെ ജീവിതം എപ്രകാരമാണ് നമുക്ക് വിചിന്തനം ചെയ്യാം. ഇത് സാമൂഹികപരമായിക്കൊള്ളട്ടെ, ഇത് ആത്മീയ വ്യക്തിപരമായിക്കൊള്ളട്ടെ, ഇത് കുടുംബപരമായിക്കൊള്ളട്ടെ, പലതരത്തിൽ നമുക്കിതിനെ വിചിന്തനം ചെയ്യാൻ സാധിക്കും. നമ്മുടെ കുടുംബങ്ങൾ എപ്രകാരമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എപ്രകാരമാണ്, ദൈവത്തെ അനുസരിച്ചാണോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഈ ലോകത്തെ അനുസരിച്ചാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കാനിരിക്കുന്നത് നിത്യമായ അവകാശമാണ്, നിത്യജീവനാണ്. അത് കരാഗതമാകുവാനായിട്ട് സ്വപുത്രനെ പോലും ഈ ലോകത്തിലേക്ക് നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒരു വചനഭാഗം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനം 5-ാമത്തെ അധ്യായം 29-ാമത്തെ വചനഭാഗം, മനുഷ്യരെക്കാൾ ഉപരി ഞാൻ അനുസരിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് സർവാധിപനായ ദൈവം തൻ്റെ സർവ്വമഹത്വത്തിൽ നിന്ന്, സർവ്വസമ്പന്നതയിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.